കഴിക്കുന്ന പല ഭക്ഷണങ്ങളും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും ക്യാൻസർ കോശങ്ങൾ വളരുന്നത് തടയാനും സഹായിക്കാറുണ്ട്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള കോശങ്ങളുണ്ട്. ഇവ കൂടുതലായിട്ട് അനിയന്ത്രിതമായിട്ട് വളരുന്ന ഒരു അവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ക്യാൻസർ രോഗം നമുക്ക് കൂടുതൽ ഫോർത്ത് സ്റ്റേജിലോ അതല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും ക്യാൻസറിലോട്ട് നയിക്കാറുണ്ട്. അത്തരം ശീലങ്ങൾ നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി ആ കാര്യങ്ങളും ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ ക്യാൻസർ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെ, അത് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. പണ്ടൊക്കെ പുകവലി, മദ്യപാനം, അതുപോലെ തന്നെ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗമൊക്കെ ഉള്ള ആളുകളിലാണ് കൂടുതലായിട്ടും ഈ ക്യാൻസർ രോഗം കണ്ടുവരാറുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ ഭക്ഷണശീലങ്ങളൊക്കെ മാറിയതോടുകൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും ക്യാൻസർ രോഗം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ക്യാൻസർ രോഗം വരുന്നത്, ടോപ്പ് 10 ആയിട്ടുള്ള കാർസിനോജനിക് ഫുഡ്സുകൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് പ്രോസസ്ഡ് മീറ്റാണ്. ഹോട്ട് ഡോഗ്സ്, സോസേജുകളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതോ അതല്ലെങ്കിൽ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതോ ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലേക്ക് നയിക്കാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒന്നാണ് പ്രോസസ്ഡ് മീറ്റ് എന്ന് പറയുന്നത്. ലോകാരോഗ്യ സംഘടന നമുക്ക് കാർസിനോജനിക് ആയിട്ടുള്ള ഫുഡ്സ് ഓരോ ഗ്രൂപ്പ്സ് ആക്കിയിട്ടുണ്ട്. അതിൽ ഗ്രൂപ്പ് 1 പെട്ട ഒന്നാണ് ഈ പ്രോസസ്ഡ് മീറ്റ്. അതായത് ഹോട്ട് ഡോഗ്സ്, സോസേജുകളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് മലാശയ ക്യാൻസർ, അതുപോലെ ആമാശയ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലേക്കൊക്കെ നയിക്കും. നമുക്കറിയാം സോസേജൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് ചൈന, തായ്ലൻഡ് പോലെയുള്ള പുറം രാജ്യക്കാരാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ മലയാളികളും ഇത് കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ക്യാൻസറിലേക്ക് നയിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പോപ്കോൺ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് വന്ധ്യത, തൈറോയിഡ് പോലെയുള്ള രോഗങ്ങൾ, അതുപോലെ ഗർഭിണികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടികളിൽ ബർത്ത് ഡിഫക്റ്റ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ലോകാരോഗ്യ സംഘടന ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന, ഏറ്റവും പ്രധാന കോസായിട്ട് പറയുന്ന മറ്റൊരു കാർസിനോജനിക് ഫുഡാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളുകളിലും ലങ് ക്യാൻസർ, അതുപോലെ ലിവർ ക്യാൻസർ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ റിഫൈൻഡ് ഷുഗേഴ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരിലും ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. പല ആളുകളും ചോദിക്കാറുണ്ടെങ്കിൽ മധുരം കഴിച്ചാൽ എങ്ങനെയാണ്, ക്യാൻസർ വരാറുണ്ടോ, ക്യാൻസർ വരുമോ എന്നുള്ളത് പല ആളുകളുടെയും ഒരു സംശയമാണ്. എന്നാൽ ഷുഗർ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി കാർസിനോജനിക് അല്ലെങ്കിൽ പോലും ഇത് അമിതമായിട്ട് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്യാൻസർ രോഗങ്ങളിലേക്ക് നയിക്കാറുണ്ട്. റിഫൈൻഡ് ഷുഗേഴ്സാണ് കൂടുതലായിട്ടും ക്യാൻസറിലേക്ക് നയിക്കുന്നത്. നമുക്കറിയാം ഇന്ന് കേക്കുകളിലും അതുപോലെ പേസ്ട്രി, ഐസ്ക്രീംസിലൊക്കെ കൂടുതൽ മധുരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു റിഫൈൻഡ് ഷുഗറാണ്. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ക്യാൻസറിലേക്ക് നയിക്കാറുണ്ട്. കാരണം ഈ ഷുഗേഴ്സ് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ, അതായത് നീർക്കെട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും. അത് പിന്നീട് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ പിന്നീട് ക്യാൻസർ രോഗത്തിലേക്ക് നയിക്കാറുണ്ട്. അതുപോലെ മറ്റൊരു കാർസിനോജിക് ഫുഡാണ് സ്മോക്ക്ഡ് ഫുഡ്. സ്മോക്ക്ഡ് ഫുഡിൽ തന്നെ നമുക്ക് സ്മോക്ക്ഡ് മീറ്റ്സുകളുണ്ട്, സ്മോക്ക്ഡ് ഫിഷസ് ഒക്കെ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിലും ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. ഈ സ്മോക്ക്ഡ് ഫുഡിൻ്റെ കൂടെ തന്നെ പറയുന്ന മറ്റൊന്നാണ് ഗ്രില്ലഡ് ഫുഡ്. ഗ്രില്ലഡ് ഫുഡും സ്ഥിരമായിട്ട് കഴിക്കുന്നവരിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിക്കിൾഡ് ഫുഡ്, അതായത് അച്ചാറുകൾ, ഇതിലുള്ള വിനെഗർ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പ്രോട്ടീനുമായിട്ട് ചേർന്നിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സുകളായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് അച്ചാറുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളിൽ ക്യാൻസർ, മൗത്ത് ക്യാൻസറും അതുപോലെ തന്നെ അന്നനാള ക്യാൻസറൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാർസിനോജനിക് ആയിട്ടുള്ളൊരു ഫുഡാണ് ഫാം ഫിഷസ് എന്ന് പറയുന്നത്. നമ്മൾ ഫാമിലൊക്കെ ഉണ്ടാക്കുന്ന മത്സ്യങ്ങൾ. കൂടുതൽ നമുക്കറിയാം ഈ കടലിലും അതുപോലെ തന്നെ കായലിൽ നിന്നൊക്കെ പിടിക്കുന്ന നാച്ചുറലായിട്ട് കിട്ടുന്ന ഫിഷസൊക്കെ നമുക്ക് അത്ര പ്രശ്നം ഉണ്ടാക്കാറില്ല. വളരെ നല്ലതാണ് അത് കഴിക്കുന്നത്. എന്നാൽ ഈ ഫാം ഫിഷസ് എന്ന് പറയുന്നത് അവർ വളർത്തുന്ന ഫിഷസ് ആകുമ്പോൾ അവരിത് കൂടുതൽ സൈസ് കൂടാനും ഇത് അവരുടെ കൂടുതൽ വലിപ്പം വെക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആൻറ്റിബയോട്ടിക്സും അതുപോലെ പെസ്റ്റിസൈഡ്സൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലേക്ക് ഇത് നയിക്കും.
അതുപോലെ തന്നെ മറ്റൊന്നാണ് റെഡ് മീറ്റുകൾ. റെഡ് മീറ്റിൽ തന്നെ ബീഫ്, മട്ടൻ, പോർക്ക് പോലെയുള്ള റെഡ് മീറ്റുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലേക്ക് നയിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ 10 കാർസിനോജനിക് ഫുഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒഴിവാക്കേണ്ടത്. ഈ ഫുഡുകൾ സ്ഥിരമായിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് ക്യാൻസർ പോലെയുള്ള പല അസുഖങ്ങളിലേക്കും ഇത് നയിക്കുന്നത്. അത് നമുക്ക് ലങ് ക്യാൻസർ ആവാം, അതല്ലെങ്കിൽ വയറിലുള്ള ക്യാൻസർ ആവാം, മലാശയ ക്യാൻസർ ആവാം. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്യാൻസറിലോട്ട് ഇത് നയിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യുന്ന പല തെറ്റുകളും ക്യാൻസറിലോട്ട് നയിക്കും. അതിൽ പറയുന്നതാണ് ഇൻസെക്ടിസൈഡ്സ്. നമ്മൾ പ്രാണികളൊക്കെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഇൻസെക്ടിസൈഡ്സിൻ്റെ സ്പ്രേകൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഇങ്ങനെ സ്പ്രേ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്വസിക്കുന്നതിലൂടെ നമുക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഓർഗാനോ ഫോസ്ഫേറ്റ്സ്, കാർബമൈഡ്സ്, ഓർഗാനോ ക്ലോറിൻ ഒക്കെ കൂടുതൽ അടങ്ങിയതുകൊണ്ട് ഇത് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്യാൻസറിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും സ്ഥിരമായിട്ട് പുക വലിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ പുക നമ്മൾ ഉപയോഗിക്കുന്ന കർട്ടൻസുകളിൽ അതുപോലെ തന്നെ കാർപ്പറ്റ്സിലൊക്കെ ട്രാപ്പായിട്ട് കിടക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് കിടക്കുമ്പോൾ ആ വീട്ടിലുള്ള നമ്മൾ പുകവലിക്കാത്ത മറ്റ് പല ആളുകൾക്കും ഇത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റഡ് ആയിട്ടുള്ള ക്യാൻഡിൽസ്, അതായത് മെഴുകുതിരികൾ നമ്മൾ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ സ്മെല്ല് എത്തിക്കഴിഞ്ഞാൽ അതും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കിച്ചന് അധികം വെന്റിലേറ്റഡ് അല്ലാത്ത കിച്ചനൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് അമ്മമാരൊക്കെ അവിടെ കൂടുതൽ കുക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പുക കൂടുതൽ ശ്വസിച്ചിട്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ക്യാൻസറിലോട്ട് നയിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മളെ വീട്ടിലുള്ള പല കാര്യങ്ങളും ക്യാൻസറിലോട്ട് നയിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുള്ളൂ. ഇന്ന് നമുക്കറിയാം നമ്മുടെ അടുക്കളയിൽ കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതാണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ അല്ലേ. ഈ നോൺ സ്റ്റിക്ക് കോട്ടിംഗ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പെർഫ്ലൂറോ ഒക്ടനോയിക് ആസിഡ് പോലെയുള്ള കോമ്പൗണ്ട്സുകളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്ഥിരമായിട്ട് ഹൈ ടെമ്പറേച്ചറിൽ നല്ല ചൂടോട് കൂടിയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ് പുറത്ത് വിടുന്നുണ്ട്. ഇത് ശ്വസിച്ച് കഴിഞ്ഞാലും അതല്ലെങ്കിൽ ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ നമ്മൾ പാചകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാൻസറിലോട്ട് നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സ്ഥിരമായിട്ട് പ്ലാസ്റ്റിക് യൂട്ടൻസിൽസ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. സ്പൂണുകളാവട്ടെ അല്ലെങ്കിൽ പാത്രങ്ങളാവട്ടെ ഗ്ലാസ് ആവട്ടെ, ഇങ്ങനെ പ്ലാസ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്നത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് കുറച്ച് കാലങ്ങൾ ചെല്ലുമ്പോൾ അത് ക്യാൻസർ പോലെയുള്ള കോശങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വർക്കൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ സ്ഥിരമായിട്ട് അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് ഭക്ഷണം പാക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. ഇങ്ങനെ സ്ഥിരമായിട്ട് അലുമിനിയം ഫോയിൽ ഉപയോഗിക്കുന്നതും അത്ര നല്ലതല്ല. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതും ചൂടോട് കൂടെ നമ്മൾ ഫുഡ് അതിലൂടെ പാക്ക് ചെയ്യുമ്പോൾ ഇതിലടങ്ങിയിട്ടുള്ള അലുമിനിയം നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാലും അത് ക്യാൻസർ കോശങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ശീലങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ തന്നെ മറ്റ് പല കാരണങ്ങളും, അതായത് ഇപ്പോൾ നമ്മുടെ സൂര്യപ്രകാശം കൂടുതൽ തട്ടുന്ന ആളുകളിൽ, അതായത് UV റൈറ്റ്സ്, അൾട്രാ വയലറ്റ് രശ്മികൾ കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാലും ക്യാൻസറിലോട്ട് നയിക്കാം. അതുപോലെ തന്നെ പോഷകാഹാരങ്ങളുടെ കുറവും നമുക്ക് ഇതുപോലെ ക്യാൻസർ രോഗങ്ങളിലേക്ക് നയിക്കാറുണ്ട്. പിന്നെ അമിതവണ്ണം, അതുപോലെ തന്നെ കൂടുതലായിട്ട് ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകളിലും ക്യാൻസർ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ടോക്സിൻസും അതുപോലെ തന്നെ കെമിക്കൽസും ഒക്കെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളിൽ ഇതിൻ്റെ ഇൻഹെയിൽ ചെയ്യുന്നത് കൊണ്ട് അതല്ലെങ്കിൽ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കും ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചില വൈറസുകൾ, എപ്സ്റ്റീൻ ബാർ വൈറസ് പോലെയുള്ള വൈറസുകൾ, ഹ്യൂമൻ പാപ്പിലോമ വൈറസുകൾ, ഇങ്ങനെയുള്ള വൈറസുകളും ക്യാൻസറിലോട്ട് നയിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ മനസ്സിലാക്കി ഈ കാരണങ്ങളും അതുപോലെ തന്നെ ഇത്തരം ഫുഡുകളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ പോലെയുള്ള മാരരോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ക്യാൻസർ നമുക്കറിയാം പലതരത്തിലുള്ള സ്റ്റേജുകളുണ്ട് അല്ലേ. അപ്പോൾ തുടക്ക സ്റ്റേജിൽ തന്നെ നമ്മളിത് കണ്ടുപിടിക്കുകയാണെങ്കിൽ, നമ്മൾ കറക്റ്റായിട്ട് ചികിത്സ എടുക്കുകയാണെങ്കിൽ നമുക്ക് അസുഖം കംപ്ലീറ്റ് നമുക്ക് സുഖപ്പെടുത്താൻ പറ്റാറുണ്ട്. എന്നാൽ നമുക്ക് കൂടുതൽ ആളുകളിലും ഈ ക്യാൻസർ അറിയുന്നത് അതിൻ്റെ 4th സ്റ്റേജിലോ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് കറക്റ്റായിട്ട് ചികിത്സിക്കാനും പറ്റാറില്ല. കണക്ക് പ്രകാരം ഓരോ വർഷവും 1.4 കോടി ജനങ്ങൾക്ക് ഈ ക്യാൻസർ വരുന്നുണ്ട്. അതിൻ്റെ പകുതിയോളം ആളുകൾ മരിക്കുന്നുമുണ്ട്. അപ്പോൾ അത്രത്തോളം കൂടുതൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുള്ള മാറ്റങ്ങൾ കൊണ്ടും ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഇന്ന് ക്യാൻസർ രോഗം കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നേരത്തെ പറഞ്ഞ ഫുഡുകൾ, അതായത് പ്രോസസ്ഡ് ഫുഡുകൾ, റെഡ് മീറ്റുകൾ, ഗ്രില്ഡ് ഫുഡുകൾ, സ്മോക്ക്ഡ് ഫുഡുകൾ, റിഫൈൻഡ് ഷുഗേഴ്സ് ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കാം. അതുപോലെ പുകവലി എന്ന് പറയുന്നത് നമുക്കറിയാം. പുകവലി ശീലമുള്ള ആളുകൾ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലുള്ള
രക്തക്കുഴലുകളിൽ അതിറോസ്ക്ലിറോസിസ് പോലെയുള്ള കണ്ടീഷൻസ് വരികയും ഇത് ക്യാൻസറിലോട്ട് നയിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുകവലി ശീലമുള്ളവർ അത്തരം ശീലങ്ങൾ ഒഴിവാക്കുക. മദ്യപാനമുള്ളവരാണെങ്കിൽ ആ ശീലങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഡെയിലി വ്യായാമം ചെയ്യുന്നത് നമുക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. നേരത്തെ നമ്മൾ കാർസിനോജനിക് ആയിട്ടുള്ള ഫുഡുകൾ കുറച്ച് പറഞ്ഞു അല്ലേ, അതായത് ക്യാൻസർ ഉണ്ടാക്കുന്ന ഫുഡുകൾ, അത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസറിലോട്ട് നയിക്കുന്ന കുറച്ച് ഫുഡുകൾ പറഞ്ഞു. ഇനി ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് ഫുഡുകളാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമുക്കറിയാം കിങ് ഓഫ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇത് ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കും. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള, പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറൊക്കെ വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ വെളുത്തുള്ളി 2-3 അല്ലി നമ്മൾ ഡെയിലി ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ്. രണ്ടാമത് പറയുന്നത് ക്യാരറ്റ് എന്ന് പറയുന്നത് അതിൽ ബീറ്റാ കരോട്ടിൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ ബീറ്റാ കരോട്ടിൻ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണമുള്ളത് കൊണ്ട് തന്നെ ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അതുപോലെ ലങ് ക്യാൻസർ പോലെയുള്ള ക്യാൻസറൊക്കെ വരാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരു ക്യാരറ്റ് വീതം ചവച്ചരച്ച് കഴിക്കുന്നത് ക്യാൻസർ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ക്യാൻസർ കോശങ്ങൾ വളരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഭക്ഷണമാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. മഞ്ഞൾ അടങ്ങിയിട്ടുള്ള കുർക്കുമിന് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസർ കോശങ്ങൾ അമിതമായിട്ട് അനിയന്ത്രിതമായിട്ട് വളരുന്നതിനെ തടയാനും, അതുപോലെ മെറ്റാസ്റ്റാസിസ്, ഈ കോശങ്ങൾ ഒരു അവയവത്തിൽ നിന്ന് മറ്റൊരു അവയവത്തിലേക്ക് പോകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. ഈ കുർക്കുമിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞൾ നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്, 1 ടീസ്പൂൺ മഞ്ഞൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ മറ്റൊന്നാണ് പപ്പായ. അതുപോലെ തന്നെ പപ്പായയുടെ ഇലയുടെ സത്ത്, ഇത് രണ്ടും ഉപയോഗിക്കുന്നതും ക്യാൻസർ അസുഖങ്ങൾ കുറയാൻ വേണ്ടി സഹായിക്കും. ഈ പപ്പായയിൽ അടങ്ങിയിട്ടുള്ള ഫ്ലാവനോയിഡ്സ് സ്ഥിരമായിട്ട് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഈ പപ്പായയുടെ ഇലയുടെ സത്ത് കൂടുതൽ ഉപയോഗിക്കുന്നതും ക്യാൻസർ രോഗം തടയാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ പഴുത്ത പപ്പായയോ അല്ലെങ്കിൽ കറി വെച്ചതോ അതല്ലെങ്കിൽ പച്ചയോട് കൂടിയോ പപ്പായ ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. കൂൻ എന്ന് പറയുന്നത്, അതായത് മഷ്റൂം, നമുക്കറിയാം കൂടുതൽ ആൻറ്റി മൈക്രോബിയൽ അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതും നമുക്ക് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം ഇതിൽ കൂടുതലായിട്ട് ഈ ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇതിൽ അതുപോലെ തന്നെ കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് ക്യാൻസർ കോശങ്ങൾ വളരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കറുവപ്പട്ട ടാനിൻസ്, കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കൂടുതൽ അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് ഡെയിലി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. 1 ടീസ്പൂണ് കറുവപ്പട്ടയുടെ പൊടി ചായയിൽ ഇട്ടിട്ട് ഉപയോഗിക്കുകയോ അതല്ലെങ്കിൽ രാത്രിയിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ കറുവപ്പട്ട ഇട്ട് വെച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ ആ വെള്ളം കുടിക്കുന്നതും നമുക്ക് നല്ലതാണ്. അതുപോലെ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇഞ്ചി നമുക്കറിയാം, ഇഞ്ചിയിൽ അടങ്ങിയിട്ടുള്ള ജിഞ്ചറോൾ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇങ്ങനെ പ്രതിരോധശേഷി കൂടുമ്പോൾ ക്യാൻസർ പോലെയുള്ള കോശങ്ങൾ നമ്മുടെ ബോഡിയിൽ വളരാതിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ലൈക്കോപ്പീന് നമുക്ക് കൂടുതൽ നമ്മുടെ ശരീരത്തിലെത്തുന്നതും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് തക്കാളി 1-2 തക്കാളി നമ്മൾ ഡെയിലി ഉപയോഗിക്കുക. ഇനി യൂറിക് ആസിഡ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതിൽ കുരു കളഞ്ഞിട്ട് വേണം തക്കാളി ഉപയോഗിക്കാൻ. അതുപോലെ കൂടുതലായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് സിട്രസ് പഴങ്ങൾ. ഈ സിട്രസ് പഴങ്ങളിൽ കൂടുതലായിട്ട് വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ക്യാൻസർ കോശങ്ങൾ വളരാതിരിക്കാൻ വേണ്ടി നല്ലതാണ്. അപ്പോൾ ഈ ഭക്ഷണങ്ങൾ അതുപോലെ ഫ്രൂട്ട്സുകളൊക്കെ, സിട്രസ് ഫ്രൂട്ട്സുകളൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ആപ്പിൾ, ഈത്തപ്പഴം, മുന്തിരിയുടെ കുരു ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതും നമുക്ക് ക്യാൻസർ കോശങ്ങൾ നമ്മുടെ ബോഡിയിൽ വളരാതിരിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇത്തരം ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ക്യാൻസർ രോഗം കൂടുതലായിട്ട് വരുന്നൊരു സാഹചര്യമായതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പല തെറ്റുകളും, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, നമ്മൾ കുക്ക് ചെയ്യുന്ന യൂട്ടൻസിൽസുകൾ, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പല തെറ്റുകളും ക്യാൻസറിലോട്ട് നയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ ഭക്ഷണത്തിലൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ പോലെയുള്ള കോശങ്ങളൊന്നും നമ്മുടെ ബോഡിയിൽ എത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.